തലശ്ശേരി മാഹി ബൈപ്പാസിൽ വാഹനാപകടങ്ങൾ പതിവാവുകയാണ്. പള്ളൂർ ട്രാഫിക് സിഗ്നലിന് സമീപം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായ 4 വാഹനാപകടങ്ങളിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈസ്റ്റ് പള്ളൂരിലെ അശാസ്ത്രീയമായ സിഗ്നൽ സംവിധാനമാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. അതിവേഗതയിൽ വാഹനങ്ങൾ ചീറിപ്പായുന്ന തലശ്ശേരി മാഹി ബൈപ്പാസിൽ വാഹനാപകടങ്ങളും തുടർക്കഥയാവുകയാണ്. അപകടങ്ങൾ പതിവായിട്ടും ദേശീയപാത അതോറിറ്റി അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. പള്ളൂരിലെ അശാസ്ത്രീയമായ സിഗ്നൽ സംവിധാനമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ബൈപ്പാസിൽ അപകടമുണ്ടായാൽ ആംബുലൻസ് എത്താൻ കാലതാമസം നേരിടുന്നതും ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപകടം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് മാഹിയിൽ നിന്നുള്ള ആംബുലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുന്നത്. അതിനിടയിൽ ജീവൻ പൊലിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഇങ്ങനെയൊരു സിഗ്നലിൻ്റെ ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആംബുലൻസ് സംവിധാനം അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ക്യാമറ ഇല്ലാത്തൊരു പ്രശ്നം ഇവിടെയുണ്ട്. അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരുവിളക്കുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. രാത്രി ആയി കഴിഞ്ഞാൽ പൂർണ്ണമായി ഇരുട്ടിലാണ് വാഹനം കടന്നു പോകുന്നത്, ജനങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംവിധാനം ഇല്ല, ഇവിടെ സിഗ്നൽ ഉണ്ടെന്ന ഒരു സംവിധാനം അറിയുന്നില്ല ജനങ്ങൾ. എന്തൊരു 1/2 കിലോമീറ്റർ മുന്നേ ഒരു ബോർഡോ അല്ലെങ്കിൽ സിഗ്നൽ ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടെന്നൊരു ഒരു വാർണിംഗ് ലൈറ്റോ ഒന്ന് വെക്കണം. ശനിയാഴ്ച രാവിലെ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. 2 മണിക്കൂറിനുള്ളിൽ വീണ്ടും മറ്റൊരു അപകടമുണ്ടായി. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 3 ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് ഒരാൾ മരിച്ചിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം ഇതുവരെ 75ഓളം അപകടങ്ങളുണ്ടായി. അപകടങ്ങളും അപകടമരണങ്ങളും കുറയ്ക്കാൻ ദേശീയപാത അതോറിറ്റി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൈരളി ന്യൂസ്, കണ്ണൂർ.